സൗദി അറേബ്യയിലെ വിദേശി ഗാർഹിക തൊഴിലാളികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും ഒരുപോലെ ആശ്വാസമേകുന്ന നിർണായക പ്രഖ്യാപനവുമായി സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അഥവാ ജവാസത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. ഹൗസ് ഡ്രൈവർമാർ, ഗാർഹിക സഹായികൾ, സ്വകാര്യ പാചകക്കാർ, തോട്ടക്കാർ തുടങ്ങിയ ഗാർഹിക ജോലിക്കാരുടെ താമസരേഖയായ ഇക്കാമ ഇനി മുതൽ ചുരുങ്ങിയത് 3 മാസത്തേക്ക് പുതുക്കാനുള്ള സൗകര്യം രാജ്യത്ത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. രാജ്യത്തെ പ്രവാസി റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ മുസാനിദുമായി സഹകരിച്ചാണ് ഈ പുതിയ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. വർഷങ്ങളായി നിലനിന്നിരുന്ന പരമ്പരാഗത രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് കൊണ്ടുവന്ന ഈ പരിഷ്കാരം സാധാരണക്കാരായ തൊഴിലുടമകൾക്കും പ്രവാസി ജീവനക്കാർക്കും ഒരേപോലെ സാമ്പത്തിക ആശ്വാസവും സേവന ലാളിത്യവും നൽകുന്നു. മുൻപ് ഗാർഹിക തൊഴിലാളികളുടെ ഇഖാമ പുതുക്കണമെങ്കിൽ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ഉള്ള തുക ഒന്നിച്ചടയ്ക്കാൻ തൊഴിലുടമ നിർബന്ധിതനാകുമായിരുന്നു. എന്നാൽ രാജ്യത്തെ വാണിജ്യ വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 3, 6, 9 മാസം എന്നിങ്ങനെ അല്ലെങ്കിൽ 1 വർഷത്തേക്ക് എന്ന രീതിയിൽ ഇഖാമ പുതുക്കാനുള്ള സാമ്പത്തിക ഇളവുകൾ മുൻപ് തന്നെ ലഭ്യമാക്കിയിരുന്നു. ഗാർഹിക മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഈ സൗകര്യം ലഭിക്കാതിരുന്നത് പലപ്പോഴും തൊഴിലുടമകൾക്ക് പെട്ടെന്ന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ വാണിജ്യ മേഖലയ്ക്കും ഗാർഹിക മേഖലയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഈ വിവേചനം പൂർണ്ണമായും ഇല്ലാതാവുകയും 2 വിഭാഗങ്ങൾക്കും ഒരുപോലെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയും ചെയ്തിരിക്കുകയാണ്. സാമ്പത്തിക തലത്തിൽ ഈ പുതിയ മാറ്റം വലിയൊരു നേട്ടമാണ് തൊഴിലുടമകൾക്ക് സമ്മാനിക്കുന്നത്. മുൻപ് 1 വർഷത്തേക്ക് ഇഖാമ പുതുക്കുന്നതിനായി തൊഴിലുടമകൾ ഒന്നിച്ച് 650 സൗദി റിയാലാണ് സർക്കാർ ഫീസായി അടച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം ഓരോ 3 മാസത്തേക്കും തവണകളായി കുറഞ്ഞ നിരക്കിൽ ഇഖാമ പുതുക്കാൻ സാധിക്കും. അതായത് 3 മാസത്തെ കാലാവധി മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രസ്തുത കാലയളവിലേക്ക് 162 റിയാലും 50 ഹലലയും മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. വിദേശത്ത് നിന്നും പുതുതായി എത്തുന്ന തൊഴിലാളികളുടെ പ്രൊബേഷൻ കാലയളവിലോ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രം ജോലിക്കാരെ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിലോ 1 വർഷത്തെ മുഴുവൻ തുകയും ഒറ്റയടിക്ക് മുടക്കേണ്ട അവസ്ഥ ഇതിലൂടെ ഇല്ലാതാകുന്നു. സൗദി അറേബ്യ നടപ്പിലാക്കി വരുന്ന വിഷൻ 2030 എന്ന വികസന നയത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ നവീകരണത്തിന്റെ തുടർച്ചയാണ് ഈ പുതിയ നടപടി. ഗാർഹിക തൊഴിൽ വിപണിയെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനും വിദേശ തൊഴിലാളികളുടെയും സ്വദേശി തൊഴിലുടമകളുടെയും അവകാശങ്ങൾ കൃത്യമായി സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് മുസാനിദ്. ഈ പ്ലാറ്റ്ഫോം വഴി സ്പോൺസർമാർക്ക് വളരെ എളുപ്പത്തിൽ ആവശ്യമായ കാലാവധി തിരഞ്ഞെടുക്കാനും ബാങ്കിംഗ് ആപ്പുകൾ വഴി ഓൺലൈനായി ഫീസ് അടച്ച് നടപടികൾ പൂർത്തിയാക്കാനും കഴിയും. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തൊഴിൽ കരാറുകളും താമസരേഖാ പുതുക്കലുകളും സുതാര്യമാക്കുന്നത് രാജ്യത്തെ നിയമവിരുദ്ധ താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്താനും സഹായിക്കും. ഹൗസ് ഡ്രൈവർമാർ അടക്കമുള്ള ദശലക്ഷക്കണക്കിന് ഗാർഹിക തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഇത്തരമൊരു വഴക്കമുള്ള നയം കൊണ്ടുവന്നത് വിപണിയിലെ പണലഭ്യത വർദ്ധിപ്പിക്കാനും തൊഴിൽ തർക്കങ്ങൾ ഒഴിവാക്കാനും ഉതകും. പലപ്പോഴും ഒറ്റയടിക്ക് വലിയ തുക കണ്ടെത്തി ഇഖാമ പുതുക്കാൻ തൊഴിലുടമയ്ക്ക് കഴിയാതെ വരികയും അതുമൂലം ഇഖാമ കാലാവധി കഴിഞ്ഞ് തൊഴിലാളികൾ അനധികൃതമായി രാജ്യത്ത് തുടരേണ്ടി വരികയും ചെയ്യുന്ന പ്രതിസന്ധികൾ പ്രവാസികൾ നേരിടാറുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് പുതിയ പരിഷ്കരണത്തിലൂടെ ശാശ്വത പരിഹാരമാകും. ചുരുങ്ങിയ കാലയളവിലേക്ക് ഇഖാമ പുതുക്കാൻ കഴിയുന്നത് സ്പോൺസർമാർക്ക് തങ്ങളുടെ സാമ്പത്തിക ബജറ്റ് കൃത്യമായി സൂക്ഷിക്കാനും ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തി കരാർ തുടരാനും സഹായിക്കുന്നതോടൊപ്പം പ്രവാസി ജീവനക്കാരുടെ താമസരേഖ എപ്പോഴും നിയമവിധേയമായി നിലനിർത്താൻ കൂടുതൽ സുഗമമായ വഴിയൊരുക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.